ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ നിധി ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്താണ് നീതുവിൻ്റെ ചേട്ടൻ നിഖിലും കുറച്ച് ഫ്രണ്ട്സുമായിട്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് നിധിയെ കളിയാക്കുന്നത്. നിധിയുടെ പേര് വിളിക്കാതെ അഞ്ജലി അഞ്ജലി എന്ന് വിളിച്ച് നിധിയെ കളിയാക്കുന്നുണ്ട്. പക്ഷേ നിധിയെ അങ്ങനെ വിളിക്കുമ്പോൾ നിധിയുടെ പേരതല്ലാത്തതുകൊണ്ട് തന്നെ നിധി ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്തൊരു അഞ്ജലി നിന്നെ തന്നെ വിളിച്ചത്. അപ്പം മറ്റ് ഫ്രണ്ട്സ് ചോദിക്കും, നീ എന്തിനാ അവളെ അഞ്ജലി എന്ന് വിളിക്കുന്നത്? അതോ 5 ആണുങ്ങൾ ഉള്ള വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഇവളെ അഞ്ജലി എന്നല്ലേ വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന 2-3 ആൾക്കാർ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ 5 ആണുങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി താമസിച്ച് കഴിഞ്ഞാൽ അവളെ അഞ്ജലി എന്നാണ് വിളിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധിക്ക് വലിയ സങ്കടമാകുന്നുണ്ട്. നിധി പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ജോലിക്ക് പോലും പോവാതെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. നിധി കരഞ്ഞുകൊണ്ട് വരുന്ന കാണുന്ന നികേഷും സുധീഷും ഒക്കെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. സുഭാഷും വന്ന് ചോദിക്കും, എന്താ മോളെ, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കും. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിധി എല്ലാവരോടും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സുധീഷിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരികയാണ്. അല്ലെങ്കിൽ തന്നെ നികേഷിന് എപ്പോഴും അടി കിട്ടുന്ന കണക്കുള്ള പെരുമാറ്റമാണ് നികേഷിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് പറയും, ഇത് ചോദിച്ചിട്ടുള്ളൂ, ബാക്കി കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് സുധീഷും സുഭാഷും നികേഷും കൂടി ഇറങ്ങിയാണ്. ആ സമയത്ത് സുഭാഷ് പറയും, നികേഷ് വരണ്ടെന്ന് പറയും. എന്താ ഞാൻ കൂടി വന്നാൽ? ഞാൻ ചെറുതാണെന്നൊന്നും ആരും കരുതണ്ട. ഞങ്ങൾ മുമ്പും ബസ് സ്റ്റോപ്പിലൂടെ പോകുന്ന സമയത്ത് അവൻ ഞങ്ങളെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കാറുണ്ടെന്ന് പറയും. ഞാൻ പലതവണ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തി എൻ്റെയൊക്കെ പറഞ്ഞത് പറയേണ്ടെന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടല്ലേ അവൻ പിന്നെയും ഓരോന്നും പറഞ്ഞ് നിങ്ങളെ കളിയാക്കുന്നത്. ഇത് ചോദിച്ചിട്ട് എന്നോട് കാര്യമെന്ന് പറയും. അങ്ങനെ സുധീഷ് ഫോൺ എടുത്ത് വെച്ചിട്ട് ഹരീഷിനെ വിളിക്കുകയാണ്. നീ നേരെ ജംഗ്ഷനിലോട്ട് വരണം, നമ്മുടെ നിധിയെ കുറച്ചവന്മാർ ചേർന്നൊന്ന് കളിയാക്കി ചോദിക്കണമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹരീഷും കൂടി അങ്ങോട്ട് വരികയാണ്. അവിടെ നിൽക്കുമ്പോൾ ഇവന്മാരെല്ലാം ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് സുധീഷും സുഭാഷും എല്ലാം കൂടി വന്ന് നിഖിലിനെയും ഫ്രണ്ട്സിനെയും അങ്ങ് പഞ്ഞിക്കിടിയാണ്, ഇടിച്ചങ്ങ് പഞ്ചറാക്കും. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഹരീഷിൻ്റെ വരവ്. ഹരീഷും കൂടി ചേർന്ന് എല്ലാവരെയും അങ്ങ് ഇടിച്ച് പഞ്ചറാക്കുകയാണ്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് നിഖിൽ. ആ സമയത്ത് നിഖിൽ പറയുന്നുണ്ട്, ഇവളുടെ കാമുകനും അവൻ്റെ സഹോദരൻ കൂടി ചേർന്ന് എന്നെ ഈ പരുവാക്കിയെന്ന് നീതുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ നീതു പറയും, അങ്ങനെ ഒരു കാര്യമില്ലാതെ സുധീഷും ഹരീഷിൻ്റെ ചേട്ടനൊന്നും അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയും. അതേ, നീ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകൊണ്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട് നീതുവിൻ്റെ അമ്മയും അച്ഛനും നീതുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എനിക്കിത് ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നീതു നേരെ വർക്ക്ഷോപ്പിലൂടെ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അവിടെ ചന്തു ഇരിപ്പുണ്ട്. ചന്തു, ഹരീഷ് ഇല്ലയെന്ന് നോക്കി. ഇവിടെ ഹരീഷ് ചേട്ടൻ പുറത്തോട്ട് പോയേക്കാമെന്ന് പറയും. എന്നാലും എൻ്റെ നീതു, നിൻ്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊള്ളാം, എന്താ എന്ന് നോക്കും. അത് നിൻ്റെ ചേട്ടൻ ആ നിധിയേട്ടത്തിൽ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയെന്നറിയോ? അഞ്ജലി അഞ്ജലി എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കിയെന്ന് പറയും. അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്തുവാണ് നീതുവിനോട് പറയുന്നത്. അപ്പം ചന്തു നേരിട്ട് കണ്ടതാണ് നിധി അവർ ചേർന്ന് കളിയാക്കുന്നത്. അപ്പം തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴും നീതുവിൻ്റെ അടുത്ത് പറയും, കണ്ടില്ലേ, എന്ത് സംഭവിച്ചാലും അവൾ എപ്പം നോക്കിയാലും അവന്മാരെ സപ്പോർട്ട് ചെയ്യുമോ? ഒരു കാര്യമില്ലാതെ ഹരീഷിൻ്റെ സഹോദരങ്ങളും നിഖിലേട്ടന് തല്ലിയെന്നല്ലേ അമ്മയും അച്ഛനും പറയുന്നത്. എങ്കിൽ ഒരു കാര്യമില്ലാതല്ല അവർ തല്ലി. ഞാൻ വർക്ക്ഷോപ്പിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ചെയ്തു പോയ തെറ്റിന് തന്നെ നല്ല അടി കിട്ടിയെന്ന് പറയും. അതേ, നിനക്കിപ്പോഴും സ്വന്തം സഹോദരനെക്കാട്ടി വലുത് നീ സ്നേഹിക്കുന്നവരും അവൻ്റെ കുടുംബവും ഇല്ലെന്ന് പറയും. എനിക്ക് അവർ തന്നെ വലുതെന്ന് പറയും. ഒരു കാര്യമില്ലാതെ ആരെയും തല്ലത്തില്ലെന്നൊക്കെ പറയുന്നത്. പക്ഷേ കാര്യം എന്താണെന്നുള്ള കാര്യം നീതു അവിടെ പറയത്തുമില്ല. അതിനുശേഷം അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലെന്ന് കരുതി ഇവരെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ്. കേസ് കൊടുക്കി പോലീസുകാർ വന്ന് നോക്കുമ്പോൾ നിഖിലിനെ പഞ്ഞിക്കകത്ത് മൂടി വെച്ചേക്കുവാണ്. മൊത്തത്തിൽ കൈയും കാലും എല്ലാം അടിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് പറയും, സാറേ ഇവന്മാരങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസൊക്കെ ആവുകയാണ്. ആ സമയത്ത് പോലീസുകാർ വരും. പോലീസുകാർ വീട്ടിലോട്ട് വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വരികയാണ്. ജീപ്പൊക്കെ വരും. അപ്പോഴത്തേക്ക് നാട്ടുകാരൊക്കെ കൂടുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ലളിതയും ഗംഗാധരനും കൂടി അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് അവരും കൂടി നീതുവിൻ്റെ വീട്ടിൽ അവിടെ ചേരും. കണ്ടില്ലേ സാറേ, ഇവന്മാർ റോഡിൽ കൂടി പോയ ഒരു ചെറുക്കനെ ഇങ്ങനെ തലിച്ചതയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇത് വീടല്ല, ഗുണ്ടകൾ താമസിക്കുന്ന വീടായത് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിധി അങ്ങോട്ട് ഇറങ്ങി സംസാരിക്കാൻ വരുമ്പോൾ നികേശ്വരൻ വേണ്ട ഏട്ടത്തിയും സംസാരിക്കേണ്ട, അവർ സംസാരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഇവരങ്ങ് ബഹളം വെക്കുകയാണ്. അപ്പോഴത്തേക്ക് പറയും, എടോ സത്യമാണോ ഈ കേൾക്കുന്നത്? നിങ്ങളെന്തിനാ അവനെ അടിച്ചെന്ന് ചോദിക്കും. സാറേ അത് ഇവൻ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടാണെന്ന് പറയും. അല്ല സാർ, ഇവൻ മനഃപൂർവ്വം ഇവൻ എൻ്റെ പെങ്ങളെ പുറമേ നടക്കുക, അത് ചോദ്യം ചെയ്തതിന് ഇവൻ എന്നെ അടിച്ചതെന്നൊക്കെ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുകയാണ്. ആ സമയത്താണ് നമ്മുടെ നിധി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നിധി പറയും, സാറേ ഒരു കാര്യമില്ലാതല്ല സുധീഷും സഹോദരങ്ങളും അയാളെ അടിച്ചതെന്ന് പറയും. എന്താ കുട്ടി കാര്യം? സാറേ, എൻ്റെ ഭർത്താവാണ് സുധീഷ്. ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് ജോലിക്കുന്ന സമയത്ത് ഞാനിവിടെ 5 ആണുങ്ങളുടെ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കും, അഞ്ജലി എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ ഇട്ട് കളിയാക്കി, അവിടെ മോശമായിട്ടൊക്കെ സംസാരിച്ചു. അതിൻ്റെ പേരിലാണ് സുധീഷും ഹരീഷും അല്ല അവനെ അടിച്ചതെന്ന് പറയും. അല്ലെങ്കിൽ സത്യമാണല്ലോ, തനിക്ക് നാണമില്ലയോ റോഡിൽ കൂടി പോകുന്ന പെൺപിള്ളേരെ നോക്കി ഇങ്ങനെ ഓരോന്ന് കളിയാക്കാൻ? പിന്നെ അടി കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധിയെല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് നീതു അങ്ങോട്ട് വരുന്നുണ്ട്. നീതു കാണുമ്പോൾ പോലീസുകാർ ചോദിക്കും,
കുട്ടി ഏതാ? അത് ഞാൻ ഈ നിൽക്കുന്ന നിഖിലിൻ്റെ സഹോദരിയാണെന്ന് പറയും. സാറേ ഞാനും ഈ നിൽക്കുന്ന ഹരീഷുമായിട്ട് സ്നേഹത്തിലാണ്, അത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, അതിൻ്റെ പേരിൽ എന്നും പ്രശ്നങ്ങൾ തന്നെ, ഇവിടെ വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. സാറ് കരുതുന്നത് അത്ര കുഴപ്പമുള്ള വീട്ടുകാരൊന്നും അല്ല ഇവർ. ഹരീഷിന് എന്നെ ഇഷ്ടമാണ്, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, വിവാഹം നടത്താതിരിക്കാനുള്ള ഓരോ കാരണങ്ങളാണ് ഇവർ പറയുന്നത്. നിധിയേട്ടത്തിയോട് മോശമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് ഹരീഷും സുധീഷും എല്ലാം നിഖിലേട്ടനെ തല്ലിയെന്നൊക്കെ പറയും. സ്വന്തം മോള് പോലും ആങ്ങളെക്കെതിരെ തിരിയുകയെന്ന് വീട്ടുകാരോട് പറയും. കണ്ടില്ലേ, നിങ്ങളുടെ മോള് പോലും അവരുടെ കൂടെ ആണല്ലോ നിൽക്കുന്നതെന്ന് നോക്കി. അപ്പോൾ അവരുടെ ഭാഗത്തല്ലേ ന്യായമെന്ന് പറയും. ഉടനെ പറയും സാറ് പറയുന്ന കലിവന്മാർ പക്കാ ഗുണ്ടകളാന്നൊക്കെ പറയും. അപ്പോൾ ലളിതയും ഗംഗാധരനും കൂടി നീതുവിൻ്റെ വീട്ടുകാരോട് ഒന്ന് ചേരുകയാണ്. അപ്പോഴത്തേക്ക് നാട്ടുകാരും പറയും സത്യം സാറേ ഇവർ വലിയ പ്രശ്നക്കാരാന്നൊക്കെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുവാണോ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും നിങ്ങളെക്കുറിച്ചൊരു നല്ല അഭിപ്രായമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. സാറേ നാട്ടുകാരുടെ കാര്യമൊന്നും നമുക്കറിയത്തില്ല. പിന്നെ ഇയാൾ സ്വന്തം ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയാന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം ഭാര്യയെ മരിച്ചെന്നേ അറിയത്തുള്ളൂ. എങ്ങനെയാണ് അവർ മരിച്ചെന്നുള്ള കാര്യം ഇതുവരെ നാട്ടുകാർക്ക് അറിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട്, പ്രത്യേകിച്ച് ലളിതയും ഗംഗാധരനൊക്കെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഈ ആൾക്കാരെല്ലാം പറഞ്ഞത് ഭാര്യയെ കൊന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. സത്യമൊന്നും ആർക്കും ഇതുവരെയ്ക്കും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് നമ്മുടെ ലളിതയുടെ വീട്ടിൽ സുനന്ദയും വന്നിരിക്കുന്നത്. സുനന്ദ കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഗംഗാധരൻ പറയുന്നുണ്ട് നീ ഇനി അധികം നേരം ഇവിടെ നിൽക്കേണ്ട, സുനന്ദ മാത്രമല്ലേ വീട്ടിലുള്ളൂ, അവളെങ്ങാണോ പറഞ്ഞാൽ അവൾ ഇങ്ങോട്ട് ഓടി വരുമെന്ന് പറയും. അത് ശരിയാ ചേട്ടാ, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദയെ ഗംഗാധരൻ പറഞ്ഞു വിടുകയാണ്. ലളിതയെ. ആ സമയത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചോദിക്കും അമ്മ എവിടെ പോയിട്ട് വരുന്നു, ഓടി കാണിച്ച്? ഒന്നുമില്ല. അല്ല അമ്മയുടെ മുഖത്തിന് എന്തോ ഒരു പരിഭവം, ഒരു വെപ്രളം കണക്ക്, എന്തോ അമ്മ എന്തോ കാര്യം ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞ? അതല്ല അമ്മ എവിടെ നിന്ന് ഇപ്പോൾ വരുന്നത്? അത് പിന്നെ അതേ മറ്റേ ആ സുഭാഷിൻ്റെ വീടുണ്ടല്ലോ, സുഭാഷിൻ്റെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളാണ്. അവൻ്റെ അനിയൻ ഏതോ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. ആ പെണ്ണിൻ്റെ വീട്ടുകാർ അവിടെ വന്ന് പ്രശ്നം, ആ പെണ്ണിൻ്റെ ആങ്ങളെ ഹരീഷ് കൈയും കാലുമൊക്കെ തല്ലി ഓടിച്ചെന്നൊക്കെ പറയും. കൈയും കാലും തല്ലി ഓടിക്കുമോ? അതിൻ്റെ പേരിൽ പോലീസും കേസും ഒക്കെയാണെന്ന് പറയും. നീ അവിടെ പോന്നു? ഞാനിപ്പോൾ വരാമെന്ന് പറയും. നിൽക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മാറ്, എനിക്ക് സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ സുനന്ദ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം നിധി ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ സുനന്ദ അങ്ങോട്ട് ചെല്ലുകയാണ്. സുനന്ദയും പറയുന്നത് സാറ് കരുതുന്നതാണ് അത്ര കുഴപ്പമുള്ള വീട്ടുകാരൊന്നുമില്ല, എൻ്റെ അമ്മാവൻ്റെ മക്കളാണ് ഇവർ, ഞങ്ങളെല്ലാം ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. ഇവർ ഈ പറഞ്ഞ ഒരു ഗുണ്ട സ്വഭാവം അവർക്കില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരങ്ങനെ ശിക്ഷ ചെയ്യത്തുള്ളൂ. ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അതുകൊണ്ടായിരിക്കും സുഭാഷ് ചേട്ടനൊക്കെ അങ്ങനെ പെരുമാറിയെന്ന് പറയും. എനിക്ക് സുഭാഷ് ചേട്ടൻ്റെ വീട്ടുകാരെ നല്ലോണം അറിയാം, അവരാരും ഒരു പ്രശ്നത്തിനും പോകുന്ന ആൾക്കാരൊന്നും അല്ല. പിന്നെ നാട്ടുകാർ പറയുന്നതൊന്നും ആരും കാര്യമാക്കണമെന്നൊക്കെ പറയും. അങ്ങനെ 3 പെൺകുട്ടികളും ഒരുപോലെ നിന്നിട്ട് സുഭാഷിനും വീട്ടുകാർക്കും വേണ്ടി വാദിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്തുവാണോ ഇത്, എല്ലാവരും അവർക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്, ഇനിയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് അങ്ങ് വീട്ടിൽ പറഞ്ഞു വിടുകയാണ്. ആ സമയത്ത് സുനന്ദ വീട്ടിലോട്ട് ചെല്ലും. ആ സമയത്ത് ചോദിക്കും ഇത് നിൻ്റെ അടുത്ത് ആര് പറഞ്ഞ് അങ്ങോട്ട് വരാൻ? പിന്നെ ഓരോ ഇല്ലാത്ത കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവൻ ജയിലിൽ പോകുന്ന പോയി, നിനക്കെന്താ അതിന് പ്രശ്നമെന്ന് ചോദിക്കും. എനിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ ചെയ്യാതെ തെറ്റും സുഭാഷ് ചേട്ടൻ അങ്ങനെ ജയിലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രാത്രിയിൽ കിടന്നിട്ടും സുഭാഷിന് ഉറക്കം പറ്റത്തില്ല. ആ സമയത്ത് നികേഷിൻ്റെ അടുത്ത് സുധീഷിൻ്റെ അടുത്ത് സുഭാഷ് ഒരു കാര്യം പറയും. എടാ നിങ്ങളൊക്കെ ഉറങ്ങിയോ? എന്തു പറ്റി? അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാലോ? ഉടനെ നികേഷിക്ക് മാറി താമസിക്കാൻ എന്താ സുഭാഷ് ചേട്ടാ ഇപ്പം അങ്ങനെയൊക്കെ സംസാരിക്കാൻ? അല്ല അത് പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു വീട്ടിൽ താമസിക്കുന്ന ആണല്ലോ, നാട്ടുകാരൊക്കെ നിധിയോട് മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ സ്ത്രീകളും ഇല്ല, മറ്റാരും വിവാഹം കഴിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുക ഒരു വീടെടുത്ത്. ഇവിടെ നിധിയും സുധീഷിനും കൂടി താമസിക്കട്ടെ എന്ന് പറയും. അത് കേൾക്കുന്ന സുധീഷ് പെട്ടെന്ന് എഴുന്നേക്കാണ്. കൊള്ളാം, നല്ല തീരുമാനം സുഭാഷ് ചേട്ടൻ്റെ തീരുമാനമായിരിക്കും ഇത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടി, എൻ്റെ സുഭാഷ് ചേട്ടാ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിധി ഇവിടെ നിൽക്കുന്നത്. നിങ്ങളിവിടുന്ന് പോയിക്കഴിഞ്ഞാൽ നിധി ഒരു മിനിറ്റ് ഇവിടെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ടെന്ന് പറയും. ഞാൻ നിങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടി ആയിരിക്കാം, പക്ഷേ നിങ്ങളാരും ഇല്ലാതെ നിധിയും ഞാനും ഒറ്റയ്ക്കൂടെ താമസിക്കുന്ന പ്രതീക്ഷ ആർക്കും വേണ്ടെന്ന് പറയും. ഉടനെ നികേഷിന് വിഷമമാകും, കാരണം നിധിയെ പിരിഞ്ഞ് നികേഷിന് പറ്റത്തില്ല. പിറ്റേ ദിവസം രാവിലെ ആകുമ്പം ജോലിക്കാൻ ഇറങ്ങുമ്പോൾ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സുഭാഷ് ചേട്ടാ? അത് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പറയാം. ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കട്ടെ? നിങ്ങളിവിടെ താമസിച്ചു, മോൾക്ക് മറ്റുള്ളവർ പറയുന്നൊരു വിഷമമാവണ്ടെന്ന് കരുതുന്നവർ. സുഭാഷ് ചേട്ടാ മറ്റുള്ളവരെന്ത് പറയുമെന്നുള്ളത് ഞാൻ കാര്യമാക്കാറില്ല. നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്കറിയാം ഇവിടെയുള്ള എല്ലാവരും എന്നോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത്. അതിന് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. അവൻ അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വിവരക്കേടായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാം വേറെ മാറി താമസിച്ചിട്ട് ഞാനിവിടെ താമസിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ട് മാത്രമല്ലേ സുഭാഷ് ചേട്ടാ ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്, അല്ലാതെ എനിക്ക് പറ്റും ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാം എന്നൊക്കെ പറയും. ആ സമയത്ത് നികേഷും പറയും അത് ശരിയാ, ആരും എന്തെങ്കിലും പറയുന്നത് കേട്ട് സുഭാഷ് ചേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയും. ശരി, ഞാൻ മോൾക്കൊരു വിഷമമുണ്ടെന്ന് കരുതി പറഞ്ഞ് എനിക്കറിയേട്ടാന്ന് പറയും. ആ സമയത്ത് നിധി അങ്ങ് പോവും. അതിനുശേഷം
സുഭാഷ് പറയും ഇത് ഈ പ്രശ്നം ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നിധിക്കാണെന്നെങ്കിൽ ആൾക്കാർ ഓരോന്ന് പറയുന്നതിൻ്റെ വിഷമം അങ്ങനെ, പിന്നെ ഹരീഷിൻ്റെ പ്രശ്നം ഇങ്ങനെ, ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ആ പെൺകുട്ടിക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കല്യാണം നടത്തിയാലോ എന്ന് സുഭാഷ് സുധീഷിനോട് ചോദിക്കും. അതൊരു നല്ല തീരുമാനം, നമുക്ക് അവരുടെ കല്യാണമായിട്ടൊക്കെ നടത്താം, അപ്പോൾ പിന്നെ ഇവിടെ മറ്റ് സ്ത്രീകളൊന്നും ഇല്ലല്ലോ എന്നുള്ള വിഷമം അങ്ങ് മാറി കിട്ടുമല്ലോ എന്ന് പറയും. ആ സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷും ഹരീഷും കൂടി നീതുവിൻ്റെ വീട്ടിലോട്ട് ചെല്ലും. കാരണം അന്നത്തെ പ്രശ്നത്തിന് ശേഷം നീതുവിനെ എല്ലാവരും എടുത്തിട്ട് അടിച്ചിട്ടുണ്ടോ, ഫോണൊക്കെ പൊട്ടിച്ച് കളഞ്ഞല്ലോ. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പം നീതു വീട്ടിനകത്ത് എങ്ങനെയെങ്കിലും നീതുവിന് പുറത്തിറക്കണം, ഫോണിൽ വിളിക്കാനും പറ്റത്തില്ല. അങ്ങനെ റോഡിലൂടെ പോകുന്നൊരു പെൺകുട്ടി എടുത്ത് പറയും, ആ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, എൻ്റെ അനിയൻ സ്നേഹിക്കുന്ന കുട്ടിയാണ്, അപ്പം ഇയാൾ എൻ്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയൊന്ന് പുറത്തോട്ടൊന്ന് കൊണ്ടുവരുമെന്ന് ചോദിക്കും. അല്ല അത് പ്ലീസ് കുട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സുധീഷ് ആ പെൺകുട്ടിയെ പുകഴ്ത്തേക്ക് സംസാരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടി അകത്ത് ചെന്നിട്ട് വിളിക്കും, നീതുവിനെ വിളിക്കും. ആരാ? അത് ഞാൻ നീതുവിൻ്റെ കൂട്ടുകാരിയാണ്, അവളുടെ ഒരു ഫ്രണ്ടിനെ അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കും, അകത്തോട്ട് വരാൻ പറ. അല്ല അവൾക്ക് പെട്ടെന്ന് പോകണം, നീതുവിനെ ഒന്ന് കണ്ടാൽ മതിയെന്ന് പറയും. ഞാൻ ദാ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നീതു പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഹരീഷും സുധീഷും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പറയും. അങ്ങനെ സംസാരിച്ചതിന് ശേഷം പറയും, നിന്നെ അവർ ഒരുപാട് തല്ലിയൊക്കെ ചെയ്തു. അതൊന്നും വലിയ കാര്യമല്ലല്ലോ എന്ന് പറയും. ഞങ്ങളെല്ലാവരും ചേർന്നൊരു തീരുമാനം എടുത്തു, എത്രയും പെട്ടെന്ന് നിന്നെ വിവാഹം കഴിക്കാൻ തന്നെ സുഭാഷ് ചേട്ടനൊക്കെ പറഞ്ഞതെന്ന് പറയും. ആണോ? അപ്പോൾ എന്തായാലും എൻ്റെ കാത്തിരിപ്പിന് ഫലം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കെട്ടിയങ്ങ് പിടിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ നിഖിൽ അത് കാണുന്നത്. നിഖിലിന് പെട്ടെന്ന് ഡീന്ന് വിളിക്കും. ആ സമയത്ത് അമ്മയൊക്കെ ഇറങ്ങി വരികയാണ്. എന്തുവാടാ, അമ്മ കണ്ടില്ലേ മോളെയും അഴിച്ചു വിട്ടേക്കത്, കണ്ടില്ലേ ഇവനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വീട്ടിന് ഫ്രണ്ടിൽ നിൽക്കുന്നത്, വഴി പഠിച്ചപ്പം വേറെ വല്ലതും വേണോ, എന്ത് പാടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് അടിക്കാൻ ചെല്ലുകയാണ്. ആ സമയത്ത് ഹരീശ്വരൻ തൊട്ട് പോകുന്നതാണ്. തൊട്ടാൽ നീ എന്ത് ചെയ്യുമോ, അവൾ എൻ്റെ പെങ്ങൾ, അവളെ ശിക്ഷിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ചങ്ങ് അകത്ത് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് സുധീഷും ഹരീഷും പറയുന്നുണ്ട്, എങ്കിൽ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നീതുവിനെ നീ വിവാഹം കഴിക്കണം, എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു അവസാനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ നീതുവിൻ്റെയും ഹരീഷിൻ്റെയും വിവാഹം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസം കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.